പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നമുക്കൊന്ന് നോക്കാം. അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായി തീർന്നു. ഈ മണിക്കൂറിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ കൃപകളെ സ്വീകരിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നമ്മൾ അനുഗ്രഹിക്കാൻ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. കരുണ പറ്റാത്ത കണ്ണുകളോടെ എന്നും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന പൊന്നു തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മളായിരിക്കുക. ദൈവം മനുഷ്യനെ തേടുന്നു എന്നതിൻ്റെ ഉത്തമ തെളിവാണ്, സത്യമായ അനുഭവമാണ് അവൻ നമ്മോടൊത്ത് ആയിരിക്കുവാൻ തിരുവോസ്തിയുടെ രൂപത്തിൽ നമ്മളോടൊത്ത് ആയിരിക്കുന്നത്. ആ കരുണ പറ്റാത്ത സാന്നിധ്യത്തിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കും. ആ സാന്നിധ്യത്തിൻ്റെ നന്ദിയാകട്ടെ, കൃതജ്ഞതയാകട്ടെ ഓരോ ദിവ്യകാരുണ്യ ആരാധനയും. ഓരോ നിമിഷവും നമ്മെ സ്നേഹത്തോടെ നോക്കുന്ന അവിടുത്തെ മുൻപിൽ അവിടുത്തെ നോക്കിയിരിക്കാൻ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള നിമിഷങ്ങളാണിത്. നമ്മൾ അവിടുത്തെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എത്ര മനോഹരമാണ് അവിടുന്ന് നമ്മെ അതിനായി ഈ നിമിഷത്തിൽ അനുവദിച്ചു എന്ന് പറയുന്നത്. നമുക്കൊരു നിമിഷം നിശബ്ദമായി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നിന്റെ അനുഗ്രഹദായകമായ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സമൂഹങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ, ഞങ്ങളുടെ സന്യാസ ഭവനങ്ങളിൽ, ഞങ്ങൾ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന ഇടങ്ങളിൽ നിന്നെ അനുഭവിക്കാൻ, സർവോപരി തിരുവോസ്തിയിൽ നിന്നെ കാണാൻ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണുകളെ തുറന്നു തരണമേ. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 15 ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക: മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ഒരിക്കലൊരു ക്ലാസ് മുറിയിൽ ഒരു കുട്ടി വാവിട്ട് കരയുന്നുണ്ട്. കാര്യമന്വേഷിച്ചപ്പോൾ അപ്പൻ അവന് പുതിയതായിട്ട് വാങ്ങിക്കൊടുത്ത വാച്ച് നഷ്ടപ്പെട്ടിരിക്കുക. അവൻ ഭക്ഷണം കഴിക്കാനായി കൈ കഴുകാൻ പോയപ്പോൾ മേശപ്പുറത്ത് വെച്ചിട്ട് പോയതാ. ആരോ അതെടുത്തു. അവൻ്റെ കരച്ചിൽ കേട്ട് അടുത്തുള്ള ക്ലാസ് മുറിയിൽ നിന്നും സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ ഓടി വന്നു. കാര്യമറിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ആരാണ് എടുത്തതെങ്കിൽ തിരികെ വയ്ക്കുക. ആരും തന്നെ മുന്നോട്ട് വന്നില്ല. അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു: എല്ലാവരും കണ്ണുകളടയ്ക്കുക, ഞാൻ വന്ന് പരിശോധിക്കാം. അങ്ങനെ പരിശോധനയുടെ ഇടയിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും വാച്ച് കണ്ടെത്തി. അധ്യാപകൻ അത് തൻ്റെ ഉടമയെ ഏൽപ്പിച്ചിട്ട് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം ഒരു റെയിൽവേ സ്റ്റേഷനിൽ മാസ്റ്ററെ തേടി ഒരു യുവാവ് എത്തുകയാണ്. അവൻ ചോദിച്ചു: എന്നെ അറിയൂ? അധ്യാപകൻ പറഞ്ഞു: ഇല്ല കുഞ്ഞെ, നീ ആരാണ്? അവൻ പറഞ്ഞു: ഒരു ക്ലാസ്സിൽ ഒരു വാച്ച് ഒരിക്കലും മോഷണം പോയത് ഓർമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു: ഉവ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവൻ പറഞ്ഞു: ഇപ്പോൾ ഒരു പക്ഷേ എന്നെ ഓർമ്മ വന്ന് കാണും.
അധ്യാപകൻ വീണ്ടും പറഞ്ഞു, എനിക്ക് നിന്നെ ഓർമ്മയില്ല. ചരിത്ര സംഭവങ്ങളുടെ വർഷങ്ങളും നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി ഓർക്കുന്ന അധ്യാപകന് ഓർമ്മ വരുന്നില്ല, അല്ലെങ്കിൽ മറന്നുപോയി എന്ന് പറയുക അവന് മനസ്സിലാകുന്നില്ല. കുട്ടികൾക്കെല്ലാം ഒത്തിരി സ്നേഹവും വാത്സല്യവുമുള്ള ഒരു മാതൃക തന്നെയായിട്ടുള്ള മാഷ് കള്ളം പറയുകയാണെന്ന് വിശ്വസിക്കാനും സാധ്യമല്ല. അവൻ പറഞ്ഞു, അന്ന് ആ വാച്ചെടുത്തത് ഞാനാണ്. അധ്യാപകൻ പറഞ്ഞു, അന്ന് നിങ്ങളോട് കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാനും കണ്ണടച്ച് തന്നെയാണ് നിങ്ങളെ പരിശോധിച്ചത്. അത്രയും കേട്ടതോടുകൂടി അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകാൻ തുടങ്ങി. മാഷ് ഇങ്ങനെ കൂടി ചേർത്തു, നിങ്ങളിൽ ഒരാൾ ആ വാച്ചെടുത്തു എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയ നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാകാം. ദൈവം നമ്മുടെ പാപങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ആഗ്രഹിക്കാത്തൊരു ദൈവമാണ്. എവിടെയൊക്കെയോ നമുക്ക് തെറ്റിപ്പോയപ്പോഴും, എവിടെയൊക്കെയോ നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ കുറവുകളിൽ നമ്മൾ വീണുപോയപ്പോഴെല്ലാം ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആ മുറിവിൽ നിന്നും ഒഴുകിയ തിരുരക്തം കൊണ്ട് അവൻ നമ്മളെ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുക. അവൻ്റെ മുറിവിനാൽ സൗഖ്യമുള്ളവരായി തീരാൻ, അവൻ്റെ സാന്നിധ്യത്തിൽ അവൻ്റെ സൗഖ്യം അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ മുറിവുകൾ അവൻ്റെ മുറിവുകളിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയിലേക്ക് തന്നെ നോക്കിയിരിക്കാം. നമ്മുടെ എല്ലാ മുറിവുകളെയും അവൻ്റെ മുറിവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഈരടികളോടൊപ്പം നമുക്കും പാടാം. ഉള്ളാലെ കാണുന്നു ഞാൻ ഈശോയെ, നിന്റെ മുള്ളാലെ നൊന്ത തിരുമേനി. ഉള്ളാലെ കാണുന്നു ഞാൻ ഈശോയെ, നിന്റെ മുള്ളാലെ നൊന്ത തിരുമേനി. പാടാം. ഉള്ളാലെ കാണുന്നു ഞാൻ ഈശോയെ, നിന്റെ മുള്ളാലെ നൊന്ത തിരുമേനി. ഒരിക്കൽ കൂടി പാടാം. ഉള്ളാലെ കാണുന്നു ഞാൻ ഈശോയെ, നിന്റെ മുള്ളാലെ നൊന്ത തിരുമേനി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ശിരസ്സുകൾ നമിച്ച് അവൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പാടാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന ആരാധന. പാടാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന ആരാധന. ഈ കൃപയുടെ മണിക്കൂറിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ചുരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഈ ഒരു നിമിഷം ഈശോയുടെ ആശീർവാദത്തിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരു വ്യക്തിയെ ഈശോയുടെ തിരുമുറിവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതാരുമായിക്കൊള്ളട്ടെ. ഞാൻ അറിയുന്ന, ഞാൻ ഒരിക്കൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയെ, ഒരു പക്ഷേ ഈശോയിൽ നിന്നും അകന്ന് ജീവിക്കുന്ന, വിശ്വാസത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാകാം. തമ്പുരാൻ്റെ തിരുഹൃദയത്തിലേക്ക്, തിരുമുറിവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ
നീ ഒരു നിമിഷം ഇടപെടണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,